വിഷു ഈസ്റ്റർ പ്രമാണിച്ച് സപ്ലൈകോ ഫെയറുകൾക്ക് സർക്കാർ തുടക്കം കുറിച്ചെങ്കിലും 1 കിലോ അരി പോലും ഇറക്കാത്ത ഒരു സപ്ലൈകോ ഔട്ട്ലെറ്റ് കൊല്ലം കൊട്ടാരക്കരയിലുണ്ട്. ഇറക്കുകൂലി ലഭിക്കാതെ ചുമട്ടു തൊഴിലാളികൾ സമരം പ്രഖ്യാപിച്ചതാണ് ഉപഭോക്താക്കളെ ദുരിതത്തിലാക്കിയത്. വകുപ്പ് മന്ത്രിയുടെ പാർട്ടിയുടെ തൊഴിലാളി സംഘടനയായ AITUC ആണ് സമരത്തിന് നേതൃത്വം നൽകുന്നത്. ജില്ലയിൽ ഏറ്റവും കൂടുതൽ വിറ്റുവരവുള്ള സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ ഒന്നായിരുന്നു കുന്നിക്കോട്ടേത്. എന്നാൽ കഴിഞ്ഞ കുറേ നാളായി വിൽപ്പനയിൽ ഏറെ പിന്നിലാണ് ഇവിടം. സബ്സിഡി സാധനങ്ങൾ ഉൾപ്പെടെ ലഭിക്കാതായതോടെയാണ് കച്ചവടം കുറഞ്ഞത്. ഇവിടെ വന്നപ്പോൾ ഒന്നുമില്ല, അരിയില്ല, പഞ്ചസാരയില്ല, മുളകില്ല, മല്ലിയില്ല. ഇതിനെല്ലാം 5-10 രൂപ കുറഞ്ഞെന്ന് പത്രത്തിൽ ഉണ്ടായിരുന്നു. അത് കണ്ടാൽ വന്നല്ലേ വരത്തില്ലായിരുന്നു. പേരേ ഉള്ളൂ, ഒരു സാധനവും ഇല്ല, എല്ലാത്തിനും വിലയുക. പക്ഷേ അതിൽ നല്ലത് കടയിൽ പോയി മേടിക്കുന്നേ നല്ലത്. സബ്സിഡി സാധനം ഇല്ലല്ലോ, അതുകൊണ്ടായിരിക്കും ആളില്ലാത്ത. എന്താ ലോഡിങ്ങാരെ ഇറക്കാത്ത? സബ്സിഡി സാധനമില്ല, അതുകൊണ്ടല്ലേ പാവങ്ങളുടെ കഞ്ഞുകൂടി മുട്ടിയില്ലയോ. വിഷു ഈസ്റ്റർ ഫെയർ സാധനങ്ങൾ ഔട്ട്ലെറ്റിലെത്തിയെങ്കിലും ചുമട്ടു തൊഴിലാളികൾ ഇറക്കാൻ തയ്യാറായില്ല. വർദ്ധിപ്പിച്ച കൂലി നൽകാൻ സിവിൽ സപ്ലൈസ് വകുപ്പ് തയ്യാറാകാത്തതാണ് സമരത്തിന് കാരണം. ഇതോടെ ഔട്ട്ലെറ്റിലെത്തിച്ച സാധനങ്ങൾ ഡിപ്പോയിലേക്ക് തന്നെ തിരികെ കൊണ്ടുപോയി. നമ്മൾ ഒരുപാട് ലെറ്റർ കൊടുക്കുകയും പിന്നെ അതിനുള്ള ചർച്ചകൾ ചെയ്യുകയും ഒന്നും അവർ തീരുമാനം കൊണ്ട് വരുന്നില്ല. നമ്മൾ കഴിഞ്ഞ 2024 ഏപ്രിൽ നമുക്ക് 1-ാം തീയതി കിട്ടേണ്ടതാണ്. അന്ന് നമ്മൾ 24 പിന്നെ ഫെബ്രുവരിയിൽ നമ്മൾ 2-ാം മാസം കൊടുക്കുന്നതായിരുന്നു ഇതിൻ്റെ കൂലി കൂട്ടണം പറഞ്ഞ്. അത് 1-2 ചർച്ച കഴിഞ്ഞ്, പക്ഷേ ഇതൊരു ധാരണ ഒന്നും ആവുന്നില്ല. നിരവധി തവണ കത്ത് നൽകിയിട്ട് പോലും കൂലി വർദ്ധിപ്പിക്കുന്നതിൽ നടപടി ഉണ്ടായില്ല. ഇതോടെയാണ് പ്രത്യക്ഷ സമരത്തിന് നിർബന്ധിതരായതെന്ന നേതാക്കൾ. 2024 ഏപ്രിൽ മാസം 1-ാം തീയതി മുതൽ വർദ്ധിപ്പിച്ച കൂലി നൽകുന്നതിന് വകുപ്പിൻ്റെ അധികാരികളുടെ ഭാഗത്തു നിന്നൊരു സമീപനം ഉണ്ടാകുന്നില്ല. നിരവധി തവണ സൂപ്പർ മാർക്കറ്റിലെ ഉദ്യോഗസ്ഥരോട്, അസിസ്റ്റൻറ്റ് മാനേജരോട്, പൊല്ലൂർ അസിസ്റ്റൻറ്റ് മാനേജരോട്, തിരുവനന്തപുരം റീജിയണൽ മാനേജരോട്, അവസാനം നിരന്തരമായി MD ഓഫീസിലും ബന്ധപ്പെട്ടിട്ടും അതിനൊരു മുന്നോട്ട് പോക്ക് നടക്കുന്നില്ല. വിലക്കയറ്റത്താൽ വീർപ്പുമുട്ടുന്ന ജനങ്ങൾക്ക് തെല്ലൊരാശ്വാസമായ സപ്ലൈകോ ചുമട്ടുതൊഴിലാളികളെ കൂലി നൽകാതെ ചതിക്കുമ്പോൾ ദുരിതമനുഭവിക്കുന്നത് പാവം ഉപഭോക്താക്കൾ കൂടിയാണ്. ചെറിയ പെരുന്നാളിന് മുമ്പ് തന്നെ കുന്നിക്കോട് സപ്ലൈകോയിലേക്ക് സബ്സിഡി സാധനങ്ങൾ ഉൾപ്പെടെയുള്ളവയുടെ ലോഡ് എത്തിയിരുന്നു. ഇറക്കുകൂലി നൽകാത്ത ഒറ്റ കാരണം കൊണ്ടാണ് അവയൊക്കെ ഈ റാക്കുകളിൽ നിറയാതെ പോയത്. ഈ ഈസ്റ്റർ കാലത്തും ഇവിടെ എത്തുന്ന ഉപഭോക്താക്കൾക്ക് നിരാശരായി മടങ്ങേണ്ട അവസ്ഥ. കുന്നിക്കോട് സപ്ലൈകോയിൽ നിന്നും ക്യാമറമാൻ രാജ്കിരണിനൊപ്പം സുജിത് സുരേന്ദ്രൻ, 24 കൊട്ടാരക്കര.